+2 അക്കൗണ്ടൻസിലെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വലിയൊരു ശതമാനം തിയറി ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കും. ഒരു 35% ഈവൻ 40% മാർക്ക് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിയറി ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലിബാൻ സാറാണ് ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കി പറഞ്ഞുതരാം. ഒന്നാമത്തെ തിയറി ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ട്. ആ ഡീഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ അഥവാ ഡീഡിന്റെ ആബ്സെൻസ്, നിങ്ങളുടെ കയ്യിൽ ഡീഡ് ഇല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ആബ്സെൻസ് ഓഫ് ഡീഡ്. നമ്മുടെ കയ്യിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ ബിസിനസ്സിലെ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം, ആർക്കൊക്കെ സാലറി കൊടുക്കണം, ആർക്കൊക്കെ കമ്മീഷൻ കൊടുക്കണം, ഓരോരുത്തരുടെ ക്യാപിറ്റൽ എത്ര, അതൊക്കെ ഡീഡിൽ പറയും. അഥവാ ഡീഡ് ഇല്ലെങ്കിലോ, പാർട്ട്ണർഷിപ്പിന്റെ ഡീഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് എങ്ങനെയായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും, എല്ലാ പാർട്ട്നേഴ്സിനും ഈക്വൽ ആയിരിക്കും. സാലറി ഓർ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, ഒരൊറ്റ പാർട്ട്നേഴ്സിനും സാലറി ഓർ റെമ്യൂണറേഷനോ കൊടുക്കുന്നതായിരിക്കില്ല. ഡീഡ് ഉണ്ടെങ്കിൽ ഡീഡിൽ പറയുന്നുണ്ട് എ എന്ന് പറഞ്ഞ പാർട്ണർക്ക് ഇത്ര കൊടുക്കണം, ബിക്ക് ഇത്ര കൊടുക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. ഇനി കൊടുക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ കൊടുക്കുകയും ചെയ്യരുത്. ഇനി ഡീഡ് ഇല്ല എന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിലും പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ ആബ്സെൻസിലും എന്ത് ചെയ്യരുത്, പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കരുത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡീഡ് ഉണ്ടെങ്കിൽ ഡീഡിൽ പറയുന്ന പ്രകാരം ഇൻട്രസ്റ്റ് കൊടുക്കാം, പക്ഷേ ഡീഡ് ഇല്ലെങ്കിലോ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കരുത്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഓരോ പാർട്ട്നേഴ്സും ബിസിനസ്സിന് പൈസ പിൻവലിക്കുമ്പോൾ അതിന് ഡ്രോയിങ്സ് എന്ന് പറയും. ആ ഡ്രോയിങ്സ് നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അങ്ങോട്ട് കൊടുക്കുന്നില്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇങ്ങോട്ട് കളക്ട് ചെയ്യാനും പാടില്ല ഇപ്പോൾ ഡീഡ് ഇല്ലെങ്കിൽ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇത് 1 മാർക്കിന് വരെ ചോദിക്കും. എന്താണ്? ഒരു പാർട്ട്ണർ ബിസിനസ്സിൽ ലോൺ തന്നാൽ, ക്യാപിറ്റൽ കൊണ്ടുവരുന്നതല്ല, ലോൺ തരികയാണെങ്കിൽ ആ ലോണിന് 6% വരെ ഇൻട്രസ്റ്റ് കൊടുക്കാം. എപ്പോൾ? ഡീഡ് ഇല്ലെങ്കിൽ. ഡീഡിൽ പറയുന്നുണ്ട് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ ആ ശതമാനത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അല്ലെങ്കിലോ ഡീഡിൽ ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ 6% മിനിമം കൊടുത്തിരിക്കണം. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? ഈ ഡീഡും അതിന്റെ കണ്ടന്റ്സും മിക്കവാറും എക്സാമിന് ചോദിക്കും. എന്താ ഡീഡ്? പാർട്ട്നേഴ്സ് തമ്മിലുള്ള പാർട്ട്ണർഷിപ്പിന്റെ ബേസ് എന്ന് പറയുന്നത് അഗ്രിമെന്റ് അല്ലെ. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. പാർട്ട്ണർഷിപ്പിന്റെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം, കണ്ടക്ട്, അതെങ്ങനെ നടത്തണം, എങ്ങനെയാണ് നടത്തിപ്പ്, ആ ഒരു രീതി എങ്ങനെയാണോ അതിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഡോക്യുമെന്റാണ് ഇത് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. അവർ തമ്മിൽ അഗ്രിമെന്റ് എന്താകാം? ഓറൽ ആകാം, റിട്ടൺ ആകാം. അത് റിട്ടൺ ആണെങ്കിൽ അതിന് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. അപ്പോൾ ഓറൽ ആയാലും അതെന്തല്ല, ഡീഡ് അല്ല. ഇതിന് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള പേരുണ്ട്. ഇങ്ങനെ എഴുതിയാൽ 4 മാർക്കാണോ, 4 പോയിന്റ്സ് ആയി. ശരിക്കും 2 മാർക്ക് ചോദിക്കുള്ളൂ, അപ്പോൾ 2 പോയിന്റ്സ് ചെയ്താൽ മതി. ഈവൻ 3 പോയിന്റ്സ് ചെയ്താലും പ്രശ്നമില്ല. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡുമായി ബന്ധപ്പെട്ട ചില കണ്ടന്റ്സുകളുണ്ട്. എന്താ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ്സ്? ഇത് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കും. എന്താണ് ഡീഡ്, അതിന്റെ കണ്ടന്റ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തെല്ലാമാണ് കണ്ടന്റ്സ്? നമ്മുടെ ബിസിനസിന്റെ പേരും അഡ്രസ്സും, നമ്മുടെ ബിസിനസ്സിലെ പാർട്ട്നേഴ്സിന്റെ പേരും അഡ്രസ്സും, എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പിന്റെ ഡ്യൂറേഷൻ, ഓരോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ, ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം, ഡ്രോയിങ്സ് എത്രത്തോളം കൊടുക്കാം, ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് എത്രയാണ്, ആർക്കൊക്കെ സാലറി ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ, ഓരോ പാർട്ട്നേഴ്സിന്റെ റൈറ്റ്സ്, ഡ്യൂട്ടീസ് തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാകും. ഇതിലൊരു 4 എണ്ണം പഠിച്ചു വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. സോ ഒരു 4 എണ്ണം കാണാപ്പാഠം പഠിച്ചോ. എന്താ? നെയിം ആൻഡ് അഡ്രസ് ഓഫ് പാർട്ട്ണർ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേം, നേച്ചർ ഓഫ് ദ ബിസിനസ്, ക്യാപിറ്റൽ ഓഫ് ദ പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അഥവാ നമ്മുടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇരുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഐറ്റംസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. നെക്സ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്താ വെച്ചാൽ, സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഗുഡ് വിൽ ഈസ് വാല്യൂഡ്. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു പാർട്ണർ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ എന്താകും? 2 or more ഫേംസ് ഗെറ്റ് അമാൽഗമേറ്റഡ്. 2 പാർട്ട്ണർഷിപ്പ് ഒരുമിച്ച് ചേർന്ന് പുതിയൊരു ബിസിനസ് തുടങ്ങി. ആ ഒരു സമയത്ത് ഉണ്ടാകും. നമ്മുടെ ഫേം ഡിസോൾവ് ആക്കി, അത് ഒഴിവാക്കി, പകരം ഈ ബിസിനസ് മറ്റൊരാൾക്ക് വിറ്റു. ആ ഒരു കേസിൽ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, PSR, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച്, നമ്മുടെ ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ ഗുഡ് വിൽ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡുള്ളൂ. ഒന്ന് ഫിക്സഡ് മെത്തേഡ്, 2 ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. രണ്ടിൻ്റെയും വ്യത്യാസം സിമ്പിളാണ്. ഫിക്സഡ് മെത്തേഡിൽ നിന്നുണ്ടാകും 2 അക്കൗണ്ട് ഉണ്ടാകും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടാമത്തത് കറണ്ട് അക്കൗണ്ട്. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫിക്സഡ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും റെക്കോർഡ് ചെയ്യില്ല. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാം? കറണ്ട് അക്കൗണ്ടിലാണ് എന്ത് ചെയ്യാം? റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റും എന്തൊക്കെ? സാലറി, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തുടങ്ങിയതൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ റെക്കോർഡ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് മെത്തേഡിലാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് ചേഞ്ച് ആവില്ല, അത് അതേപോലെ തന്നെ ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എന്താകും? ചേഞ്ച് ആകും. ഇനി
ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പക്ഷേ ഫിക്സഡ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ എന്ത് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ട് ചില സമയത്ത് ഡെബിറ്റ് ബാലൻസ് വയ്ക്കും. അഥവാ ലോസ് കൂടിപ്പോയാൽ അല്ലെങ്കിൽ ഡ്രോയിങ്സ് കൂടിപ്പോയാൽ എന്തുണ്ടാകും, നമ്മുടെ ഡെബിറ്റ് ബാലൻസ് കാണിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഫിക്സഡിൽ എന്തായിരിക്കും, എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സോ ഇത് മിക്കവാറും എക്സാമിന് ഒരു തിയറിറ്റിക്കൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉറപ്പായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്താ നിങ്ങൾക്കറിയാം. പാർട്ട്ണർഷിപ്പിന്റെ എന്താ അതിൻ്റെ ഒരു ഡെഫിനിഷൻ? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, where 2 or more persons join hands together to do a business and share profits അല്ലേ. സോ ഫസ്റ്റ് വൺ എന്താ, 2 or more, മിനിമം 2 ആൾക്കാർ വേണം. മെമ്പേഴ്സ് ഓഫ് ദ എത്ര, 2 പേര് മിനിമം വേണം. മാക്സിമം 50 ആണ്. ദെൻ എന്തിനായിരിക്കണം, ബിസിനസ്, 2 പേരും ജോയിൻ ഹാൻഡ്സ് ടുഗദർ. എന്തിന്, ടു ഡു എ ബിസിനസ് ചെയ്യാൻ വേണ്ടിയായിരിക്കണം. അവർ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കാം. എന്ത്, നമുക്ക് ബിസിനസ് ചെയ്യാം, നീയും ഞാനും ആ പാർട്ട്നേഴ്സ്, വേറെ ആരും ഇപ്പോൾ കൂട്ടാൻ പറ്റൂല, ഞാൻ ഇത്ര ക്യാപിറ്റൽ കൊണ്ടുവരാം, നീ ഇത്ര കൊണ്ടുവരണം, നമ്മളെ പ്രോഫിറ്റ് ഇത്ര ഷെയർ ചെയ്യാം, നിനക്ക് ഇത്ര സാലറി ഉണ്ടാകും, എനിക്ക് ഇത്ര കമ്മീഷൻ ഉണ്ടാകും. സോ അതൊക്കെ എവിടെയാ, അഗ്രിമെന്റിൽ ഉണ്ടായിരിക്കണം. അവർ കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ചെയ്തിരിക്കണം. പരസ്പരം മ്യൂച്വൽ ഏജൻസി ഉണ്ടായിരിക്കണം. അതെന്താ ഏജൻസി, ബിസിനസ് ഭയങ്കര നഷ്ടം വന്നു, നഷ്ടം നീ ഏറ്റെടുത്താൽ മതി, കാരണം നീയാണ് കാരണം, നീ കാരണമാണ് നഷ്ടം വന്നത്. അങ്ങനെയല്ല, നമ്മൾ കാരണമാണ്. സോ നമ്മൾ 2 പേരും കൂടി ഏറ്റെടുക്കും. ലാഭം വന്നാലും നമ്മൾ തന്നെ. സോ അതാണ് മ്യൂച്വൽ ഏജൻസി. അൺലിമിറ്റഡ് ലയബിലിറ്റി, വലിയ നഷ്ടം വന്നു, അതെന്ത് ചെയ്യണം, എത്ര വലിയ നഷ്ടം വന്നാലും നമ്മൾ ഏറ്റെടുത്തിരിക്കണം. അൺലിമിറ്റഡ് ആണ്, അവിടെ ലിമിറ്റ് ഇല്ല. ദെൻ വാട്ട് ഡു യു മീൻ ബൈ പ്രീമിയം ഓർ ഗുഡ് വിൽ? ഗുഡ് വിൽ എന്താണ്, അല്ലെങ്കിൽ പ്രീമിയം എന്താണ്? ഗുഡ് വിൽ നമുക്ക് ജനറലി പറയാമെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ് നേടിയെടുത്ത ആ ഒരു മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൽപ്പേര്. ദ ഗുഡ് വിൽ ഈസ് എ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം. ഒരു ഫേം നേടിയെടുത്ത റെപ്യൂട്ടേഷൻ വിച്ച് ഇനേബിൾസ് ഇറ്റ് ടു ഏൺ ഹയർ പ്രോഫിറ്റ്. ആ ഒരു സൽപ്പേര് കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നേടാനുള്ള ഒരു സാധ്യത നമുക്കുണ്ട്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. സോ അതിനാണെന്ന് പറയുന്നത് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഗുഡ് വിൽ എന്താണ്, അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ്റെ സമയത്ത് എന്ത് ചെയ്യും, പുതിയ പാർട്ണർ ഈ എക്സ്ട്രാ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് പുതുതായിട്ട് വരുന്ന പാർട്ണർ എന്ത് ചെയ്യും, ഒരു എമൗണ്ട് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന എമൗണ്ടിനാണെന്ന് പറയുന്നത് ഗുഡ് വിൽ, അത് പ്രീമിയം എന്ന് പറയുന്നത്. അഥവാ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ അവകാശം കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന എമൗണ്ട് ആണെന്ത്, ഗുഡ് വിൽ. ദിസ് എമൗണ്ട് ഈസ് കോൾഡ് പ്രീമിയം ഓർ ഗുഡ് വിൽ. അത് പ്രീമിയം അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറയും. അതേപോലെ റിട്ടയർമെന്റ് സമയത്തും എന്തുണ്ടാവും, ഈ പറയപ്പെട്ട ഗുഡ് വിൽ എന്ത് ചെയ്യും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഗുഡ് വിൽ. ഈ ഗുഡ് വില്ലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, നേച്ചർ ഓഫ് ദി ബിസിനസ്, എന്ത് തരം ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ളത്. രണ്ടാമത്തത് അതിൻ്റെ ലൊക്കേഷൻ. നമ്മൾ നല്ല ലൊക്കേഷനാണെങ്കിൽ നല്ല ഗുഡ് വിൽ ഉണ്ടാകും, മോശം ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് ഗുഡ് വിൽ കുറവായിരിക്കും. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്, നമ്മുടെ മാനേജ്മെന്റ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണോ അത്രത്തോളം ഗുഡ് വിൽ ഉണ്ടാകും. ലോങ് റണ്ണ് ഒരുപാട് കാലം നടത്തിയ നല്ല രീതിയിൽ നടത്തിയ ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് നല്ല ഗുഡ് വിൽ ഉണ്ടാകും. പുതുതായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സിന് ഉണ്ടാവില്ല, ഗുഡ് വിൽ അധികം ഉണ്ടാകുന്നതായിരിക്കില്ല. കുറഞ്ഞ ക്യാപിറ്റൽക്കാരുടെ കൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഗുഡ് വിൽ ഉണ്ടാകും. കുറേ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ ഗുഡ് വിൽ കിട്ടുക, കുറേ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് അത്ര വലിയ ഗുഡ് വിൽ ഉള്ളതല്ല. മാർക്കറ്റ് സിറ്റുവേഷൻ അഥവാ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ഗുഡ് വിൽ ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അതർ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇതിലൊരു 4 പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ഗെയിനിങ് റേഷ്യോ, ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്? ഗെയിനിങ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പാർട്ണർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അയാളെ പ്രോഫിറ്റിന്റെ ഷെയർ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടും അല്ലെ, ബാക്കിയുള്ള അഥവാ റിട്ടയർ ചെയ്യാത്ത പാർട്ട്നേഴ്സിന് ലഭിക്കും. സോ ലഭിക്കുന്ന ഗെയിൻ ചെയ്യുന്ന പ്രോഫിറ്റിന്റെ ഷെയർ ആണെന്ന് പറയാം ഗെയിനിങ് റേഷ്യോ എന്ന് പറയാം. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ, ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ഔട്ട് ഗോയിങ് പാർട്ണർ. ഔട്ട് ഗോയിങ് ബിസിനസ് പുറത്ത് പോകുന്ന പാർട്ണറുടെ പ്രോഫിറ്റ് ബാക്കി പാർട്ട്നേഴ്സ് എങ്ങനെ ഷെയർ ചെയ്യുന്നു, അതിനാണ് ഗെയിനിങ് റേഷ്യോ എന്ന് പറയാം. എങ്ങനെ ഗെയിനിങ് റേഷ്യോ കാണാം, ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ അഥവാ NR മൈനസ് OR ആണ്. അടുത്തത് എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ സാക്രിഫൈസിംഗ് റേഷ്യോ? സാക്രിഫൈസിംഗ് റേഷ്യോ പറഞ്ഞാൽ എന്താ, സിമ്പിൾ ആണ്. പുതിയൊരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എങ്ങനെയാണോ അയാൾക്ക് അവരുടെ ഷെയർ കൊടുക്കുന്നത്, പുതിയൊരാൾ വരുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ ഷെയർ ഞാൻ ആൾക്ക് കൊടുത്താലേ അയാൾക്ക് ഷെയർ കിട്ടുള്ളൂ. അപ്പം എങ്ങനെയാണോ ബാക്കി പാർട്ട്നേഴ്സ് ഇയാൾക്ക് ഷെയർ കൊടുക്കുന്നത്, കൊടുക്കുന്ന ഷെയറിനാണ് എന്ത് പറയുന്നത്, സാക്രിഫൈസിംഗ് പാർട്ണർ എന്ന് പറയുന്നത്, സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ, ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് സർട്ടൻ പോർഷൻ ഓഫ് ദെയർ പ്രോഫിറ്റ്. അവരുടെ പ്രോഫിറ്റ് ഒരു പോർഷൻ എന്ത് ചെയ്യും, സാക്രിഫൈസ് ചെയ്ത് പുതിയ ആൾക്ക് കൊടുക്കും. ആ സാക്രിഫൈസ് ചെയ്ത പോർഷനാണ് എന്ന് പറയാം സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയാം. സാക്രിഫൈസിംഗ് റേഷ്യോ എങ്ങനെ കാണാം, സാക്രിഫൈസിംഗ് റേഷ്യോ ഈക്വൽ ടു എങ്ങനെ കാണാം, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. സെറ്റല്ലേ, സെറ്റ്. അപ്പം ഈ തിയറി പോർഷൻ മാത്രം പഠിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. അതുപോലെ ഏറ്റവും അവസാനം ചോദിക്കാൻ സാധ്യതയുള്ള, ഇത് അങ്ങനെ തിയറിറ്റിക്കലി ചോദിക്കാറൊന്നുമില്ല, പക്ഷേ പ്രോബ്ലം ബേസ്ഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു പോർഷനാണ്. റിട്ടയർ ചെയ്യുന്ന പാർട്ണറുടെ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അയാൾക്ക് എന്തൊക്കെ, അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ, അയാളുടെ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, റിസർവ്, അയാൾ റിട്ടയർ ചെയ്യുന്ന വരെയുള്ള പ്രോഫിറ്റുകൾ, അതുപോലെ അയാളെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും കറണ്ട് അക്കൗണ്ടിൻ്റെയും ബാലൻസ്,
എന്ത് ബാലൻസ്? കറണ്ട് അക്കൗണ്ടിന്റെയും ക്രെഡിറ്റ് ബാലൻസ് എന്ത് ചെയ്യും? അയാൾക്ക് അവകാശമുണ്ട്. അയാൾക്ക് കമ്മീഷനോ സാലറി ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അയാൾക്ക് കൊടുക്കണം. ഇനി അയാളെ കയ്യിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട ഐറ്റംസ് എന്താണ്? അക്യുമുലേറ്റഡ് ലോസസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം, റീവാലുവേഷൻ ലോസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം, അയാൾക്ക് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം, റിട്ടയർമെന്റ് വരെയുള്ള ലോസ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെങ്കിലും ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ, കറണ്ട് അക്കൗണ്ടിൽ എന്തെങ്കിലും ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അയാൾക്ക് ആഡ് ചെയ്യാനുള്ളതും ഈ എമൗണ്ടുകൾ എന്ത് ചെയ്യാനുള്ളതാണ്? അയാളുടെ നിന്ന് മൈനസ് ചെയ്യാനുള്ള ഐറ്റംസുകളാണ്. സെറ്റല്ലേ? സോ ഈ തിയറി മാത്രം പഠിച്ചിട്ട് ഈസി ആയിട്ട് ഒരു 45% 40% മാർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ധങ്കടകടക.